എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടുകളിലുള്ള സൈൻ വേവ് ഇൻവെർട്ടറിനെ കുറിച്ച് തന്നെയാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതായത് വീടുകളിൽ ഉപയോഗിക്കുന്ന സൈൻ വേവ് ഇൻവെർട്ടറിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് സോളാർ സിസ്റ്റം കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ചാർജ് കൺട്രോളറാണ് MPPT, അതായത് മാക്സിമം പവർ പോയിൻ്റ് ട്രാക്കിംഗ്. അപ്പോൾ ഈ MPPT എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് ഇതിനു മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അത് 48 വോൾട്ടിൻ്റേതായിരുന്നു, അതായത് 4 ബാറ്ററിയുടേതായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ കാണിക്കുന്നത് 24 വോൾട്ട് 50 ആംപിയറിൻ്റെ ആണ്. ഇൻവെർട്ടറുകളിൽ 2 ബാറ്ററി ചാർജ് ചെയ്യാൻ തരത്തിലുള്ള MPPT ആണ് നമ്മളിവിടെ അസംബിൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നത്തെ വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിലോട്ടൊന്നും കടക്കുന്നില്ല. നേരെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിലോ ഇഷ്ടമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്ന PCB ആണിത്. അപ്പോൾ ഇതൊരു കോമൺ PCB ആണ്. കോമൺ PCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വോൾട്ട്, അതായത് 12 വോൾട്ട്, 24 വോൾട്ട്, 36 വോൾട്ട്, 48 വോൾട്ട്, ഈ 4ഉം ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. കാരണം ഇത് A to Z അസംബിൾ ചെയ്യുന്ന ഒരു വീഡിയോ കാണിച്ചതുകൊണ്ട് ഫുള്ളായിട്ട് വീഡിയോ എടുക്കുന്നില്ല. കാരണം ഇത് വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടണമെന്ന് വിചാരിച്ച് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് കാണിച്ചത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ നമുക്കൊരു ആവർത്തന വിരസത വരുമല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിൽ ഫുള്ളായിട്ട് അസംബിൾ ചെയ്ത് കാണിക്കാത്തത്. ഇനി നമുക്കിതിൻ്റെ ഫോട്ടോ ചിത്രം നോക്കിയിട്ട് ഇതിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതാണ് PCB4 ഹെവി ഡ്യൂട്ടി സോളാർ MPPT 24 വോൾട്ട് 50 ആംപിയർ. ഇപ്പോൾ 50 ആംപിയർ നമ്മളിവിടെ തെറ്റി എഴുതിയതാണ്. 60 ആംപിയർ അല്ലെങ്കിൽ 40 ആംപിയർ. 40, 60 ഇത് രണ്ടുമാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നത്. അതിനിടയിൽ വരുന്ന 50 ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇത് DTPയിൽ വരുന്ന ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 60 ആംപിയറിൻ്റെ ആയതുകൊണ്ട് 2 ഇൻഡക്ടറാണ്. അപ്പോൾ 2 ഇൻഡക്ടർ ചെയ്യുന്നത് 48 വോൾട്ടിൽ ചെയ്ത സെയിം അളവ് തന്നെയാണ്, സെയിം ടേൺ തന്നെയാണ്. അപ്പോൾ അതിൽ ഇൻഡക്ടറിൽ മാറ്റമില്ല. 2 ഇൻഡക്ടർ വെച്ചിട്ട് 1, 2, 3 അങ്ങനെ മൊത്തം 3 കോയിലാണ്, അതായത് 6 ഫെറൈറ്റ് വെച്ചിട്ടാണ് ഈ 3 കോയിൽ വൈൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ വരുന്ന വ്യത്യാസം ഈ ഭാഗത്താണ്. ഈ ഭാഗത്ത് വരുന്നത് ഇവിടെ ഒരു 22Kയും 2 10Kയുമാണ്. അപ്പോൾ ഇത് 48 വോൾട്ടിൽ വന്നിരിക്കുന്നത് ഈ 3 ഭാഗത്തെ റെസിസ്റ്ററിലാണ് മാറ്റം വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് വരുന്നത് ഇവിടുത്തെ ഈ 3 ഭാഗത്തെ റെസിസ്റ്ററാണ്. ഈ 3 ഭാഗത്തെ റെസിസ്റ്റർ ഇവിടെ ഈ 3 റെസിസ്റ്ററും, അതായത് ഈ LM 358ൻ്റെ തൊട്ടു താഴെയായിട്ട് വരുന്ന റെസിസ്റ്ററാണ്. ഇത് ബാറ്ററി സെൻസിങ് ആണ്. അപ്പോൾ ഇത് 322K തന്നെയാണ് ഇവിടെ ഉപയോഗിക്കാനുള്ളത്. പിന്നെ ഇവിടെ വരുന്നത് 24 വോൾട്ടിൻ്റെ SMPS ആണ്. അപ്പോൾ അത്രയുമേ ഉള്ളൂ 48 വോൾട്ടിൽ നിന്ന് 24 വോൾട്ടിലോട്ട് വരുവാനായിട്ട്. വേറെ ഇതിൽ യാതൊരുവിധ മാറ്റങ്ങളുമില്ല. പിന്നെ നിങ്ങൾക്ക് ആംബിയർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോഴുള്ള, അതല്ലെങ്കിൽ വോൾട്ട് VOC കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ കപ്പാസിറ്ററിൻ്റെ വോൾട്ട് കുറക്കാവുന്നതാണ്. ഇവിടെ 100, 160 വോൾട്ട് മതി. അതായത് VOC കുറവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ 200 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ ഇടുക. 200ഉം 160 വോൾട്ടിൻ്റെയും കപ്പാസിറ്റർ തമ്മിൽ ചെറിയൊരു വില വ്യത്യാസമേ ഉള്ളൂ. VOC കൂട്ടി കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് 200 വോൾട്ടിൻ്റെ ആക്കാം. അതായത് 3 പാനലൊക്കെ കൂട്ടി ചേർക്കുകയാണെങ്കിൽ സാധാരണ 24 വോൾട്ടിന് 2 പാനൽ മതിയാകും. അപ്പോൾ ഇനി കൂടുതൽ വേണമെങ്കിൽ അടുത്ത 2 പാനലും കൂടി ആഡ് ചെയ്താൽ മതിയാകും. ഇനി നമുക്ക് ഈ പാർട്സ് ലിസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. പാർട്സ് ലിസ്റ്റ് ഫോർ MPPT സോളാർ ചാർജ് കൺട്രോളർ 24 വോൾട്ട് 60 ആംപിയർ. ഇതിപ്പോൾ 50 എഴുതിയിരിക്കുന്നത് 60 ആംപിയർ ആണ് നമ്മൾ ചെയ്യുന്നത്. MFR റെസിസ്റ്ററാണ്. ഇതിനു മുമ്പ് ചെയ്ത സെയിം റെസിസ്റ്ററൊക്കെ തന്നെയാണ്. അതിൽ 1, 2, 3, 4 റെസിസ്റ്ററുകളൊക്കെ മാത്രമേ മാറ്റുള്ളൂ. എന്നിരുന്നാലും ഞാൻ ഓടിച്ച് വായിക്കുകയാണ്. 22 ഓം 3 എണ്ണം, 22 ഓം 5 വാട്ട് ഒരെണ്ണം, 22K 15, 22K 6 എണ്ണം, 4E7 5 വാട്ട് 3 എണ്ണം, 470 ഓംസ് 4 എണ്ണം, 470K ഒരെണ്ണം, 5K1 2 എണ്ണം, 1K 4 എണ്ണം, 1K5 2 എണ്ണം, 2K2 7 എണ്ണം, 220K 4 എണ്ണം, 15K 2 എണ്ണം, 100 ഓം 6 എണ്ണം, 33K 2 എണ്ണം, 3K3 ഒരെണ്ണം. ഇത് നമുക്ക് ഈ 24 വോൾട്ടിൻ്റെതിൽ ഇത് ആവശ്യമില്ല. അടുത്തത് 4K7 4 എണ്ണം, 10K 6 എണ്ണം, 15 ഓംസ് 5 വാട്ട് 3 എണ്ണം, 470 ഓംസ് 2 വാട്ട് 3 എണ്ണം, 0.22 ഓംസ് 2 വാട്ട് ഒരെണ്ണം. പിന്നെ ഇവിടെ 15 ഓംസ് 5 വാട്ട് എന്നുള്ളത് നിങ്ങൾക്ക് 22 ഓംസ് 5 വാട്ട് കൊടുത്താലും പ്രശ്നങ്ങളൊന്നുമില്ല.
അടുത്തതായിട്ട് ട്രാൻസിസ്റ്റർ ആണ് BC337 രണ്ടെണ്ണം, 547 ഒരെണ്ണം, പിന്നെ IC ആണ് 7805 ഒരെണ്ണം, TLP 250 മൂന്നെണ്ണം, UC 3845 ഒരെണ്ണം, EL 817 ഒരെണ്ണം, LM 358 ഒരെണ്ണം, പ്രോഗ്രാം IC 30F 2010 ഒരെണ്ണം. പിന്നെ ഡയോഡാണ്. ഡയോഡ് ചെറിയത് സാധാ ഡയോഡ് തന്നെ രണ്ട് വലുപ്പത്തിലുള്ളതുണ്ട്, പിന്നെ മോസ്ഫെറ്റ് വലുപ്പത്തിലുള്ളതുണ്ട്. BA 159 രണ്ടെണ്ണം, MUR 460 ഒരെണ്ണം, U30D 20C ഡുവല് മൂന്നെണ്ണം, UF 4007 രണ്ടെണ്ണം, പിന്നെ സെനറാണ്. സെനർ 18 വോൾട്ട് 1 വാട്ട് രണ്ടെണ്ണം. അതേപോലെ അടിയിൽ വരുന്ന ഭാഗത്തെ കുറച്ച് കമ്പോണൻസ് ആണ്, കുറച്ച് കപ്പാസിറ്ററുകൾ മാത്രമാണ് അടിയിൽ വരുന്നത്. ഒരു 6, 2, 8 കപ്പാസിറ്ററാണ് അടിയിൽ വരുന്നത്. അതായത് 104ൻ്റെ ഡിസ്ക് കപ്പാസിറ്ററോ SMD കപ്പാസിറ്ററോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. SMD ആണെങ്കിൽ ഒതുങ്ങി നല്ല ഭംഗിയായിട്ടിരുന്നോളും. അപ്പോൾ SMD രണ്ടും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ 104 6 വരുന്നത്, 15 VF രണ്ടെണ്ണം, IC ബേസ് 8 ലെഗിൻ്റെ 4 എണ്ണം, 28 ലെഗിൻ്റെ ഒരെണ്ണം, മോസ്ഫെറ്റ് IRFP 4668 5 എണ്ണം. ഇത് നിങ്ങൾക്ക് 40 ആംപിയർ ഒറ്റ പാനലെ വെക്കുന്നുള്ളെങ്കിൽ ഈ 46 68 43 വില നന്നായിട്ട് കുറയുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് മാറ്റുക. പിന്നെ വരുന്നത് IRF 3415 ഒരെണ്ണം, SMBS ആണത്. കപ്പാസിറ്റർ 22 25 വോൾട്ടിൻ്റെ ഒരെണ്ണം, 220 25 വോൾട്ട് രണ്ടെണ്ണം, 470 25 വോൾട്ട് രണ്ടെണ്ണം, 4.7 61 വോൾട്ട് മൂന്നെണ്ണം, 22 UF 160 വോൾട്ട് ഒരെണ്ണം, 100 UF 160 വോൾട്ട് മൂന്നെണ്ണം, അത് 200 വോൾട്ട് വരെ ആകാം, 470 100 വോൾട്ടിൻ്റെ രണ്ടെണ്ണം, 1 MFD 305 വോൾട്ട് ബോക്സ് കപ്പാസിറ്ററാണ് മൂന്നെണ്ണം, 0.47 ബോക്സ് കപ്പാസിറ്റർ 305 വോൾട്ടിൻ്റെ ഒരെണ്ണം, പിന്നെ 47 UF 25 വോൾട്ടിൻ്റെ ഒരെണ്ണം. പിന്നെ അടുത്തതായിട്ട് വരുന്നത് 104 ഡിസ്ക് കപ്പാസിറ്റർ 6 എണ്ണം, 471 PF 3 എണ്ണം, 15 PF ഡിസ്ക് 2 എണ്ണം, 332J ബോക്സ് കപ്പാസിറ്റർ ഒരെണ്ണം, 104J 630 വോൾട്ട് പോളിസ്റ്റർ കപ്പാസിറ്ററാണ് ഒരെണ്ണം, 104J 100 വോൾട്ടിൻ്റെ രണ്ടെണ്ണം, പിന്നെ MOV ആണ് 20D 320 ഒരെണ്ണം. ഹീറ്റ് സിങ്ക് മോസ്ഫെറ്റ് ഡയോഡിന് വേണ്ടിയുള്ള 9 ഇഞ്ചിൻ്റെ വലിയ ഹീറ്റ് സിങ്ക് 5 ഫെൻസിംഗ് ആണ്. അതേപോലെ 7805ൻ്റെ രണ്ടെണ്ണം, LCD സിംഗിൾ ആണ്. ബസർ, ക്രിസ്റ്റല്, NTC സെൻസർ, 2 പിൻ RMC, 8 പിൻ RMC, 3 പിൻ ഗ്രീൻ കണ്ടർ, 30 ആംപിയർ ബോർഡ് റിലേ, പിന്നെ 4.5 cm × 2 cm ഇൻഡക്ടർ ആണ്. 280 mAh ആണ് മൂന്നെണ്ണം, 24 വോൾട്ട് SMBS ട്രാൻസ്ഫോമർ, ജമ്പർ വയർ 6. ഇത്രയുമാണ് നമ്മളിത് ചെയ്യാൻ പോകുന്ന ബോർഡിന് വേണ്ടത്. ഇനി നമുക്ക് ഈ ബോർഡ് എല്ലാം നമ്മൾ മാറ്റം വരുത്തിയത് മാത്രമേ പറയുന്നുള്ളതുകൊണ്ട് ഇത് ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചതാണ് കാണിക്കുന്നത്. മാറ്റം വരുത്തിയത് ബോർഡിൽ നിങ്ങൾക്ക് നേരിട്ട് പറഞ്ഞു തരുന്നതാണ്. അടുത്തത് നിങ്ങൾ ഈ കാണുന്ന 48 വോൾട്ട് 60 ആംപിയറിൻ്റെ ആദ്യം ചെയ്ത ബോർഡാണ്. ഈ ബോർഡാണ് നമ്മൾ A to Z അസംബ്ലി ചെയ്തത് കാണിച്ചത്. ഇതിൽ ചെയ്യുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഈ ബോർഡ് ചെയ്യാൻ ഉപയോഗിച്ച പ്രൊസീജിയറും. അപ്പോൾ അതിൽ മാറ്റങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അസംബ്ലിങ് രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ അത് വലിച്ചു നീട്ടി വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടാന്നല്ലാണ്ട് വേറെ പ്രയോജനമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയും കൂടി കണ്ടു കഴിഞ്ഞാൽ തന്നെയാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ അസംബ്ലിങ് എങ്ങനെയാണെന്നുള്ളത് കാണുക, അല്ലെങ്കിൽ നിങ്ങൾ ഇത് പറഞ്ഞ മാതിരി ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിൽ മാറ്റം വരുന്നിരിക്കുന്ന 2 പാർട്ടാണ്. അതായത് ഇവിടെ SMBS ട്രാൻസ്ഫോമറാണ് ഈ കാണുന്നത്. ഇത് 2 SMBSൻ്റെ ട്രാൻസ്ഫോമറാണ്. അപ്പോൾ SMBS ട്രാൻസ്ഫോമർ 48 വോൾട്ടിൻ്റെയാണ്, ഇത് 24 വോൾട്ടിൻ്റെയാണ്. പിന്നെ അടുത്ത വരുന്ന റെസിസ്റ്ററിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. അതായത് ഈ കറണ്ട് സെൻസറിൻ്റെ ഈ ഭാഗത്ത് കാണുന്ന 3 റെസിസ്റ്ററാണ് നമ്മളിവിടെ മാറ്റം വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 3 റെസിസ്റ്ററാണ് നമ്മളിവിടെ മാറ്റം വരുത്തിയിരിക്കുന്നത്. അത് ചാർട്ടിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു 2 വാട്ടിൻ്റെ റെസിസ്റ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെയും ആ 2 വാട്ടിൻ്റെ റെസിസ്റ്റർ മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ 33K ആണ്, ഇവിടെ 22K ആണ്. പിന്നെ മാറ്റം വന്നിരിക്കുന്നത് ഇവിടെ SMBSൻ്റെ ഭാഗത്ത് വരുന്ന മാറ്റമാണ്. ഇവിടെ 2 വാട്ടിൻ്റെ 33K ആണ്, ഇവിടെ 22K തന്നെയാണ്. പിന്നെ ഇവിടെ വരുന്ന മാറ്റം 0.47 2 വാട്ടാണ്, ഇവിടെ 0.22 ohms ആണ്. പിന്നെ ഇതിൽ വേറെ മാറ്റങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ബോർഡൊന്ന് നേരിട്ട് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ കപ്പാസിറ്റർ 100 MFൻ്റെ 160 വോൾട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ VOC കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അതായത് 2 പാനലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ 100 വോൾട്ടൊക്കെ അല്ലേ വരുള്ളൂ. അപ്പോൾ അത് 160 വോൾട്ട് അധികമാണ്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഈ ഭാഗത്തെ 3 റെസിസ്റ്ററുകളാണ്, ഈ ഭാഗത്തെ 3 റെസിസ്റ്ററുകൾ, പിന്നെ ഈ SMBSൻ്റെ ഭാഗത്തെ ഇതിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. SMBS ട്രാൻസ്ഫോമർ മാത്രമേ വേറെ മാറ്റം വന്നിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ 24 വോൾട്ട് MPPT ലൈനിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാറ്ററി വോൾട്ട് 25.7 ആണ്. ചാർജിങ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. 3.5 ആംപിയറിൽ ചാർജിങ് നടക്കുന്നുണ്ട്. ടോട്ടൽ കിലോ വാട്ടാണ്
ലോഗോ നെയിമാണ്. സോളാർ വോൾട്ട് 40. ഒരു പാനലാണ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിലെ കണക്ഷനുകളും നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ബോർഡിൻ്റെ പുറം ഭാഗത്തുനിന്ന് വരുന്ന, അതായത് ഈ ഇൻഡക്ടറിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന വലിയ വയറാണ് ബാറ്ററി നെഗറ്റീവ്. അപ്പോൾ നിങ്ങൾ ബാറ്ററി നെഗറ്റീവ് മാറിപ്പോകരുത്. കണക്ഷൻ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ ഇവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുക, എന്നാലേ നമുക്ക് പെട്ടെന്ന് എളുപ്പം മനസ്സിലാവുകയുള്ളൂ. അതേപോലെ സോളാർ നെഗറ്റീവ് ഹീറ്റിങ്ങിൻ്റെ തൊട്ടടുത്തുനിന്ന് വരുന്ന, അതായത് ഈ കറണ്ട് സെൻസറിൻ്റെ ആ ഭാഗത്തുനിന്നും വരുന്നതാണ് സോളാർ നെഗറ്റീവ്. സോളാർ പോസിറ്റീവും ബാറ്ററി പോസിറ്റീവും ഹീറ്റിങ്ങിൽ നിന്ന് വരുന്ന കോമൺ ആണ്. അപ്പോൾ ഹീറ്റിങ്ങിൽ നിന്ന് തന്നെ ഒരു വയർ എടുത്തിട്ട് ബോഡിയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ കണക്ടറിൽ നിന്നും നമുക്ക് 2 വയർ സോളാർ പോസിറ്റീവ് നെഗറ്റീവ് പോയിട്ടുണ്ട്. അടുത്തത് ബാറ്ററി പോസിറ്റീവ് നെഗറ്റീവ് പോയിട്ടുണ്ട്. അടുത്ത 2 വയർ ഫേസ് ഇന്നും ഫേസ് ഔട്ടും ആണ്. അതായത് ഇൻവെർട്ടറിലോട്ട് കൊടുക്കാനുള്ളതാണ്. KCBയുടെ ഫേസ് ഇന്നിലും കൊടുത്തു, ഔട്ട് ഇൻവെർട്ടറിലും കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ആ വയർ നമ്മളിവിടെ കൊടുത്തിട്ടില്ല. വയർ ഇവിടെ കൊടുക്കാനുള്ളത് ഈ റിലേയുടെ 2 അറ്റത്ത് കാണുന്നതാണ്. കോമണിലാണ് ഫേസ് ഇൻ കൊടുക്കുന്നത്. നോർമലി ക്ലോസ്ഡിലാണ് ഫേസ് ഔട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ബാറ്ററി കുറഞ്ഞ അവസ്ഥയിൽ KCBയിൽ വർക്ക് ചെയ്യുകയും ബാറ്ററി ഫുള്ളായി ലൈവിലോട്ട് പോകുമ്പോൾ റിലേ കോണ്ടാക്റ്റ് ആയി ഈ കണക്ഷൻ വിച്ഛേദിക്കുന്നതാണ്. അതാണ് അവിടുത്തെ പ്രോസസ്സ്. ഇനി നമുക്ക് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിലേയുടെ തൊട്ടടുത്ത് ഫാനാണ്, കൂളിംഗ് ഫാൻ. അതിൻ്റെ തൊട്ടടുത്ത് 2 കണക്ടറുകളുണ്ട്. അത് ഒരെണ്ണം കാലിബ്രേഷൻ സ്വിച്ചാണ്. കാലിബ്രേഷൻ സ്വിച്ച് സാധാരണ ബോർഡിന് ചെയ്യുന്ന സെയിം കാലിബ്രേഷൻ സ്വിച്ച് തന്നെയാണ്. അതിൽ മാറ്റങ്ങളൊന്നുമില്ല. അതിൻ്റെ തൊട്ടടുത്ത് ഓട്ടോ സോളാറാണ്. അതായത് ലൈവിലോട്ട് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രമേ ലൈവിലോട്ട് കടക്കുകയുള്ളൂ. അടുത്തത് LCDയുടെ കണക്ഷനാണ്. LCD കണക്ഷനാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ പവർ ഓൺ സ്വിച്ചാണ്. പവർ ഓൺ സ്വിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഡയറക്റ്റ് ജമ്പർ ഇട്ട് കൊടുത്താൽ മതി. അടുത്തതായിട്ട് ഇവിടെ ഇപ്പോൾ 2 LED ഉണ്ട്. ഒരെണ്ണം സോളാർ പാനൽ ഡിറ്റക്ട് ചെയ്യുമ്പോൾ തന്നെ, വോൾട്ട് വന്നു തുടങ്ങുമ്പോൾ തന്നെ ഈ പച്ച ലൈറ്റ് കത്തുന്നതാണ്. മഞ്ഞ ലൈറ്റ് ചാർജിങ് നടക്കുന്ന വേളയിൽ, അതായത് ആംബിയർ കൂടുന്ന അവസരത്തിൽ, കിട്ടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആ ലൈറ്റ് തെളിയുന്നതാണ്. 1 ആംബിയർ ആകുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ചാർജിങ് പ്രോസസ്സ് തുടങ്ങുന്നതാണ്. പിന്നെ വരുന്ന റെഡ് LED ആണ്. അത് ഓട്ടോ സോളാറാണ്. അതായത് ലൈവിലോട്ട് കടക്കുമ്പോഴാണ് ഈ റെഡ് LED തെളിയുന്നത്. ആ റിലേ കോണ്ടാക്റ്റ് ആകുമ്പോൾ ഈ റെഡ് LEDയും തെളിയുന്നതാണ്. അപ്പോൾ ഈ റെഡ് LED തെളിയാതെ നമുക്ക് ഈ സ്വിച്ച് ഓൺ ചെയ്തതുകൊണ്ട് യാതൊരു എഫക്റ്റും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം സോളാർ ഓട്ടോയിലായതുകൊണ്ട്, സോളാർ ലൈവിലോട്ട് കടക്കാത്തതുകൊണ്ട് ഈ സ്വിച്ച് ഓൺ ചെയ്താലും പ്രവേശിക്കുന്നതല്ല, ലൈവിലോട്ട് കടക്കുന്നതല്ല. ഇനി കോമൺലി ഈ സ്വിച്ച് എപ്പോഴും നിങ്ങൾ ഓൺ ചെയ്തിടുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, എപ്പോൾ നിങ്ങൾ കാലിബ്രേറ്റ് ചെയ്യുമ്പോഴും ഓട്ടോ സോളാർ സ്വിച്ച് ഓഫ് ആണെന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ ഇതിൻ്റെ കണക്ഷൻ ഊരിയിടുക. ഇപ്പോൾ നമ്മളിവിടെ സ്വിച്ച് ഓഫാണ്. ഇനി നമുക്ക് കാലിബ്രേഷൻ സെറ്റപ്പിലോട്ടൊന്ന് പോകാം. കാലിബ്രേഷൻ സെറ്റപ്പ് ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിലൊന്നും കടക്കുന്നില്ല. നമുക്ക് നേരെ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. ആ സമയത്ത് ഓൺ ആകുമ്പോൾ ഈ ഫാൻ തിരിയുന്നതാണ്. ഇപ്പോൾ സെറ്റപ്പ് ആക്ടിവേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല വിശാലമായിട്ടുള്ള സെറ്റപ്പുകളാണ്. നമുക്ക് അടുത്ത ബാങ്കിലോട്ട് പോകാം. അതായത് ബാറ്ററി ബാങ്കാണ്. 24 വോൾട്ട് 2 ബാറ്ററിയാണ് ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെറ്റപ്പിലോട്ട് കടക്കുമ്പോൾ 3 ഇൻഡിക്കേറ്ററും വർക്ക് ചെയ്യുന്നതാണ്. അടുത്തത് ബാറ്ററി വോൾട്ടാണ്, കാലിബ്രേഷൻ വോൾട്ടാണ്. ബാറ്ററിയിൽ എത്ര വോൾട്ട് ഉണ്ട് അത് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത ശേഷം ആ വോൾട്ട് തന്നെ ഡിസ്പ്ലേയിൽ കറക്റ്റ് ചെയ്യേണ്ടതാണ്. അതിന് നിങ്ങൾക്ക് ഡൗൺ ബട്ടണും അപ്പ് ബട്ടണും ഉപയോഗിക്കാം. അടുത്തത് സോളാർ വോൾട്ടാണ്. സോളാർ വോൾട്ട് 90.4. അതും നിങ്ങൾ ഇതേപോലെ തന്നെ കറക്റ്റ് ചെയ്യേണ്ടതാണ്. സോളാറിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന സെയിം വോൾട്ടേജ് തന്നെ ഇവിടെ കറക്റ്റ് ചെയ്യേണ്ടതാണ്. അടുത്തത് SMPS വോൾട്ടാണ്. SMPS വോൾട്ട് 11.9 ആണ്. അത് നമുക്കിവിടെ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. അത് ഡിഫോൾട്ടായിട്ട് ഇവിടുന്ന് കിട്ടുന്ന വോൾട്ടേജ് ഇവിടെ നമുക്ക് കാണുന്നതിന് വേണ്ടി അറിയിക്കുന്നു. കാരണം ഈ വോൾട്ടേജ് കുറയുമ്പോഴോ കൂടുമ്പോഴോ നമുക്കിവിടെ എറർ മെസ്സേജ് വരുന്നു. അപ്പോൾ ആ വോൾട്ടേജ് മെഷർ ചെയ്യാനാണ് നമുക്കിവിടെ ഈ ഡിസ്പ്ലേയിൽ തെളിഞ്ഞു കാണുന്നത്. അടുത്തത് S0 ആണ്. S0 0.4 ആണ്. അപ്പോൾ 0.4 3 ആണ് കുറച്ച് നല്ലത്. അപ്പോൾ നമുക്ക് അത് 3-ലോട്ടാക്കാം. അടുത്തത് S-PAN ആണ്. S-PAN 200 ആണ്. അപ്പോൾ കാലിബ്രേഷൻ സെറ്റപ്പുള്ള ഇതിനു മുമ്പ് വിവരിച്ചുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കടക്കുന്നില്ല. അടുത്തത് കറണ്ട് സെലക്ഷൻ ആണ്. കറണ്ട് സെലക്ഷൻ നമ്മുടെ ഇവിടുത്തെ 3 ഇൻഡക്ടറും ഡബിൾ വെച്ച് ചെയ്തതുകൊണ്ടാണ് നമ്മളിവിടെ 60 ആംപിയർ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ 60 ആംപിയർ സെലക്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് ബാറ്ററി ഫുൾ ഓട്ടോ കട്ട് ഓഫ് വോൾട്ടാണ്. അതായത് 28.4 വോൾട്ടിൽ വരുമ്പോൾ ബാറ്ററി വോൾട്ട് ഫുള്ളായി ലൈവിലോട്ട് പ്രവേശിക്കുന്നതാണ്. അതായത് പുതിയൊരു 2 ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 28.4 ഉണ്ടാവും. നിങ്ങളുടെ ബാറ്ററിയുടെ പഴക്കം അനുസരിച്ച് ഈ വോൾട്ടേജ് നിങ്ങൾക്ക് കുറക്കാവുന്നതാണ്. 28-ൽ വെച്ച് കഴിഞ്ഞാലും പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്തത് VOC മാക്സ് ആണ്. VOC മാക്സ് 120 വോൾട്ട് വരെ ഇതിൽ കൊടുക്കാവുന്നതാണ്. അതായത് 2 പാനൽ സീരീസ് ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ വരുന്ന പാനലുകൾ 55 വോൾട്ട് വരെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 55 വോൾട്ടിൻ്റെയൊക്കെ ആണെങ്കിൽ നമുക്ക് 2 പാനൽ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 110 വോൾട്ട് വരെയൊക്കെ ആവും. അടുത്തത് റിലേ
മിനിമമാണ്, അതായത് റിസർവിലോട്ട് പോകാനുള്ളതാണ്. എപ്പോഴാണോ നമ്മൾ ഈ ശേഖരിച്ച് വെച്ചേക്കണ വോൾട്ടേജ് എല്ലാം കുറഞ്ഞ് ഒരു റിസർവ് മോഡ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് വരുമ്പോൾ തിരിച്ച് KCBയിലോട്ട് മാറാനാണ് ഈ വോൾട്ട് സെലക്ട് ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് വെക്കാം. 22.5 വെക്കണമെങ്കിൽ വെക്കാം. അത് റിലേ മാക്സ് ആണ്. എപ്പോഴാണോ ലൈവിലോട്ട് പ്രവേശിക്കേണ്ടത്, അതായത് ഇൻവെർട്ടർ ഓൺ ആകേണ്ട സമയമാണ് ആ കാണിച്ചിരിക്കുന്നത്. 28.4 വോൾട്ട് ഫുൾ ആകുമ്പോൾ ഇൻവെർട്ടർ മോഡിലോട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ സോളാർ മോഡിൽ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നതാണ്. അത് ഇപ്പോൾ 28 വോൾട്ട് വെച്ച് കഴിഞ്ഞാലും പ്രശ്നങ്ങളൊന്നുമില്ല. ബാറ്ററി പഴയതാണെങ്കിൽ 28 വോൾട്ട് വെക്കുക. അടുത്തത് കിലോ വാട്ട് സെലക്ഷൻ ആണ്. അപ്പോൾ കിലോ വാട്ട് നമ്മൾ 0 അല്ലെങ്കിൽ 0 എത്തിക്കുക. ഇവിടെ 0 എന്ന് ഉദ്ദേശിച്ചത് 1.0 ആണ്. അത് ഓട്ടോയിനാണ്. അത് മുമ്പ് പറഞ്ഞ പോലെ 1Xലാണ് ഇത് പ്രവർത്തിക്കേണ്ടത്. അതിൽ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. അടുത്തത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം സേവായി ഡിറ്റക്ട് ചെയ്ത് പഴയ കണ്ടീഷനിലോട്ട് പോകും, അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന കണ്ടീഷനിലോട്ട് പോകും. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. ഇങ്ങനെയാണ് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സൈൻ വേവ് ഇൻവെർട്ടറിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്ന സോളാർ ചാർജ് കൺട്രോളർ സിസ്റ്റം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ MPPT അസംബിൾ ചെയ്തെടുക്കുന്നത്. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.